5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. സുഭാഷിതം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിൻ്റെ സാമൂഹ്യ വിദ്യാഭ്യാസ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും തിരുത്തലിനും വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഈ നമ്മുടെ ഡിജിറ്റൽ ചാനൽ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ചും പല വീഡിയോകളും ചെയ്യാറുണ്ട്. ജോഗ്രഫി പഠനത്തെക്കുറിച്ചുള്ള ചില വീഡിയോസ് ചെയ്തു കഴിഞ്ഞു. ഇന്നിപ്പോൾ ഞാൻ ശ്രദ്ധയപ്പെടുത്തുന്നത് മറ്റൊരു വളരെ അടിയന്തരമായിട്ടുള്ള സ്കൂൾ തലത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. 2 സംഭവങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് വരാം. സുഭാഷിതം ചാനലിലെ വീഡിയോസ് കണ്ടിട്ടുള്ള വടക്കേ മലബാറിലെ ഒരു സ്കൂളിലെ വിദ്യാർത്ഥി, ഏത് ജില്ലയാണ് ഏത് സ്കൂളാണെന്ന് ഞാൻ പറയുന്നില്ല, ആ വിദ്യാർത്ഥി +2 ജോഗ്രഫി പഠിക്കുകയാണ്, ജോഗ്രഫി ഹ്യൂമാനിറ്റീസ് പഠിക്കുകയാണ്. ആ കുട്ടി എന്നെ വിളിച്ചിട്ട് ജോഗ്രഫിയുടെ സാധ്യതകളെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് ISROയിൽ ഉൾപ്പെടെ ജോഗ്രഫിയുടെ സാധ്യതകളെക്കുറിച്ച് ഞാൻ പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് റിമോട്ട് സെൻസിങ്ങിൻ്റെ സാധ്യത, GISൻ്റെ സാധ്യത, ഇതെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്ത കുട്ടിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയി. കുട്ടി എന്നോട് പറഞ്ഞു, സാർ ഈ കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ സാറിനോട് പോയി ചോദിച്ചിരുന്നു 1ാം വർഷത്തിൽ. ഈ 2ാം വർഷമാണ് ഈ കുട്ടി, 2ാം വർഷത്തെ കുട്ടി എന്നെ വിളിക്കുന്നത്. 1ാം വർഷത്തിൽ ഞാൻ സ്കൂളിൽ ചേർന്ന സമയത്ത് എന്നെ ജോഗ്രഫി പഠിപ്പിക്കുന്ന സാറിനോട് ഞാൻ ഇതൊക്കെ ചോദിച്ചപ്പോൾ സാർ നിരുത്സാഹപ്പെടുത്തി. നീ എന്തിനാണ് ജോഗ്രഫിയിൽ വന്നത്? നിനക്ക് വേറെ ജോലി കിട്ടില്ലായിരുന്നോ? നീ ജോഗ്രഫി മറ്റ് വിഷയം കിട്ടാത്തതുകൊണ്ടാണോ എന്നൊക്കെ ചോദിച്ചു. എനിക്ക് ജോഗ്രഫി പഠിക്കാനുള്ള എൻ്റെ എന്തൂസിയാസത്തെ നഷ്ടപ്പെടുത്തി. ഞാനിനി ജോഗ്രഫിയിൽ തന്നെയായിരിക്കും സാർ BSc MSc ഒക്കെ എടുത്തത്. ഞാനപ്പോൾ വളരെ ആവേശപ്പെട്ട് എൻ്റെ നമ്പറെല്ലാം കൊടുത്ത് ആ കുട്ടി എൻ്റെ ഫ്രണ്ടായി മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അധ്യാപകർ എന്താണ് ചെയ്യുന്നത്? 1ാമത്തെ ചോദ്യം. എല്ലാ അധ്യാപകരും അല്ല, ഭംഗിയായി ജോലി ചെയ്യുന്ന PhD ഉള്ള, MPhil ഉള്ള, സെറ്റുള്ള, നെറ്റുള്ള, വളരെ മനോഹരമായ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. മാത്രമല്ല, ഞാൻ ട്രിവാൻഡ്രം ഗവൺമെൻറ് ട്രെയിനിങ് കോളേജിൽ നിന്ന് B.Ed കഴിഞ്ഞിട്ടുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്കൂളിൽ പഠിപ്പിക്കാൻ പോയിട്ടില്ല, പക്ഷേ B.Ed കഴിഞ്ഞിട്ടുണ്ട്. ദീർഘകാലം ഞാൻ പാരലൽ കോളേജ് അധ്യാപകനായിരുന്നു. അതുകൊണ്ട് അധ്യാപക കമ്മ്യൂണിറ്റിയോട് എനിക്ക് സ്നേഹമാണുള്ളത്. പക്ഷേ ജോഗ്രഫി അധ്യാപകരിൽ ഒരു വിഭാഗം ഈ സബ്ജക്റ്റിന് എതിരാണ്. 2ാമത്തെ ഒരു സംഭവം, 3-4 വർഷം മുമ്പ് ഞാൻ ഡയറക്ടറായിരുന്നപ്പോൾ ഒരു ദിവസം എനിക്കൊരു ഫോൺ കോൾ വന്നു. വയനാടിൽ നിന്നുള്ളൊരു ഹിസ്റ്ററി അധ്യാപകനാണ് എന്നെ വിളിച്ചത്. ഇത് നടന്ന സംഭവമാണ്. അത് എന്നോട് ജോഗ്രഫിയിലെ കുറേ സംശയങ്ങൾ ചോദിച്ചു. ജിയോളജി, ജോഗ്രഫി, എൻവയോൺമെൻറ്റ് സയൻസിലെ കുറേ സംശയങ്ങൾ ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാണ് നിങ്ങളിങ്ങനെ ആധികാരിക? സാർ ഇങ്ങനെ കേരളത്തിൽ ഇങ്ങനെ സാറിൻ്റെ വീഡിയോസും പുസ്തകമൊക്കെ കണ്ടിട്ടുണ്ട്, ഞാൻ പുസ്തകം വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്തിയതിന് ശേഷം ഞാൻ ചോദിച്ചു, എന്തിനാണ് താങ്കൾ ഇപ്പോൾ വിളിച്ചത്? അപ്പോൾ പറഞ്ഞു, ഞാൻ SCERTക്ക് വേണ്ടി ബുക്ക് എഴുതുന്നൊരു സാറാണ്. ഞാൻ ചോദിച്ചു, താങ്കളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? അത് ഞാൻ ഹിസ്റ്ററിയാണ്. ഞാൻ ചോദിച്ചു, താങ്കൾ ഏത് ബുക്കാണ് എഴുതുന്നത്? അത് ഞാൻ ജോഗ്രഫിയാണ്. അതെന്താ താങ്കൾ ഹിസ്റ്ററി പഠിച്ച് താങ്കൾ എങ്ങനെയാണ് ജോഗ്രഫി ബുക്ക് എഴുതുന്നത്? അത് സാർ, സ്കൂളുകളിൽ സോഷ്യൽ സയൻസ് ഉള്ളതുകൊണ്ട് ജോഗ്രഫി പഠിച്ചവരല്ല സ്കൂളുകളിൽ പലപ്പോഴും പഠിപ്പിക്കുന്നത്. ഇംഗ്ലീഷിന് ഇങ്ങനെ ഒരു വിഷയമുണ്ടായിരുന്നു, അത് പരിഹരിച്ചുകൊണ്ടിരിക്കുന്നു, കുറേ അധികം പരിഹരിച്ചു കഴിഞ്ഞു. വളരെ കുറച്ച് സ്കൂളുകളിൽ മാത്രമേ ഇംഗ്ലീഷ് പഠിക്കാത്ത അധ്യാപകർ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുള്ളൂ. പക്ഷേ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ സോഷ്യൽ സയൻസ് പഠിപ്പിക്കുന്ന ജോഗ്രഫി അധ്യാപകനല്ല ജോഗ്രഫി പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഹിസ്റ്ററി അധ്യാപകനാണ്. ശരി, ഞാൻ പറഞ്ഞു നിങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, കുറച്ച് കാലമായിട്ട് ഞാൻ ജോഗ്രഫി പഠിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു, കേരളത്തിൽ ഇത്രയും ജോഗ്രഫി പഠിച്ച ഡോക്ടറേറ്റ് ഉള്ളവരും വലിയ സംവിധാനങ്ങൾ ഉള്ളപ്പോൾ, കോളേജ് അധ്യാപകരും സ്കൂൾ അധ്യാപകരൊക്കെ ഉള്ളപ്പോൾ താങ്കൾ എങ്ങനെയാണ് SCERT കയറി പറ്റിയത്? അപ്പോൾ അദ്ദേഹനോട് വളരെ സത്യസന്ധമായി പറയും, സാർ പാർട്ടിയുടെ നോമിനിയാണ് ഞാൻ. ശരി, ഏത് പാർട്ടിയാണ്, ഏത് കാലഘട്ടമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പാർട്ടിയുടെ നോമിനിയാണ്. പാർട്ടിയിൽ നിന്ന് കൊടുത്ത ലിസ്റ്റ്, സംഘടനയിൽ നിന്ന് കൊടുത്ത ലിസ്റ്റ് പ്രകാരമാണ് ഞാൻ വന്നത്. സന്തോഷം, സംഘടന ലിസ്റ്റ് കൊടുത്തോളൂ. പക്ഷെ സംഘടന ലിസ്റ്റ് കൊടുക്കുമ്പോൾ ആരുടെ പേര് കൊടുക്കണം? 2-3 വർഷം ജോഗ്രഫി പഠിപ്പിച്ചിരുന്നു എന്നുള്ള ഹിസ്റ്ററി അധ്യാപകൻ്റെ പേരല്ല കൊടുക്കേണ്ടത്. ജോഗ്രഫിയിൽ BSc MScയും എടുത്ത് PhD ഒക്കെ എടുത്തിട്ടുള്ള ജോഗ്രഫി അങ്ങനെ പഠിപ്പിക്കുന്ന അധ്യാപകരെ പേര് കൊടുക്കണം. എന്നിട്ട് ഇവരവിടെ ഇരുന്ന് ചെയ്യുന്നത് IASനേക്കാൾ വലിയ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവർ തയ്യാറാക്കുന്നത്. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന് ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ കുട്ടികൾക്ക് കയറാൻ പോകുന്ന സബ്ജക്റ്റാണ് ജോഗ്രഫി. പക്ഷേ കേരളത്തിലെ സ്കൂൾ പഠനത്തിൽ ജോഗ്രഫി വലിയ ബാലികലമറയാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചൊരു അധ്യാപനെ പോലുള്ള കുറേ അധ്യാപകരും ടീച്ചർമാരും ഇതിനോട്ട് ആരും വരരുത് എന്ന് പറയുന്നത്, യാതൊരു സ്കോപ്പുമില്ല എന്ന് പറയുന്ന കുട്ടികൾ, സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ അതിനനുസരിച്ച് കുട്ടികളില്ലാത്ത അവസ്ഥ, ഗവൺമെൻറ് കോളേജുകളിൽ കുട്ടികളില്ലാത്ത അവസ്ഥ. അപ്പോൾ അതൊരു വശത്ത്. മറുവശത്ത് ഈ സബ്ജക്റ്റ് എന്തുകൊണ്ട് തോറ്റു പോകുന്നു കുട്ടികൾ? ഇംഗ്ലീഷ് കഴിഞ്ഞാൽ ഏറ്റവും കുട്ടികൾ തോക്കുന്നത് കണക്ക് ഏറ്റവും പ്രയാസമാണ്, ഇംഗ്ലീഷ് പ്രയാസമാണ്. അത് കഴിഞ്ഞാൽ ഏറ്റവും കുട്ടികൾ തോക്കുന്ന വിഷയമായി ജോഗ്രഫി വന്നു. എത്ര മനോഹരമായ സബ്ജക്റ്റാണ്. ഭൂമിയെക്കുറിച്ച് പഠിക്കാൻ, ജോഗ്രഫിയുടെ വൈവിധ്യത്തെക്കുറിച്ച് ചിന്തിച്ചാൽ, പിന്നെ ഫിസിക്കൽ ജോഗ്രഫി മുതൽ ഹ്യൂമൻ ജോഗ്രഫി, ഇങ്ങനെ മെഡിക്കൽ ജോഗ്രഫി, ക്ലൈമറ്റോളജി, ഇങ്ങനെ അറ്റ്മോസ്ഫിയറിക് സയൻസ് പോലുള്ള ഒരുപാട് കാര്യങ്ങൾ, കടലിനെക്കുറിച്ച്, കരയെക്കുറിച്ച്, ലിത്തോളിയെക്കുറിച്ച്, അറ്റ്മോസ്ഫിയറിനെക്കുറിച്ച്, ആകാശത്തെക്കുറിച്ച്, ശൂന്യാകാശത്തെക്കുറിച്ചൊക്കെ വളരെ മനോഹരമായി പഠിപ്പിക്കാൻ കഴിയുന്നൊരു വിഷയം
മനോഹരമായി പഠിക്കാൻ കഴിയുന്ന വിഷയം. ഒന്ന്, അത് പഠിച്ച അധ്യാപകർ പഠിപ്പിക്കുന്നില്ല, ഒന്നാമത്തെ വിഷയം. രണ്ട്, പഠിപ്പിക്കുന്ന അധ്യാപകർ തന്നെ കുട്ടികളോട് ഹയർ സ്റ്റഡീസിന് ഇതിൽ പോകരുതെന്ന് പറയുന്നു. മൂന്നാമത്തെ വിഷയമാണ് വളരെ പ്രധാനം. SCERT-യിൽ പോയിരുന്ന് തയ്യാറാക്കി കൊടുക്കുന്ന, താഴേക്ക് തയ്യാറാക്കി കൊടുക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ കട്ടിയുള്ളതാണെന്നുള്ള ആക്ഷേപമുണ്ട്. എങ്ങനെയാണ് ഈ വിഷയം കയറി വരിക? അങ്ങനെ നോക്കിയപ്പോഴാണ് BEd കോളേജിൽ, തിരുവനന്തപുരം BEd കോളേജിൽ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് 40 കുട്ടികൾ 30 കുട്ടികൾ ഓരോ ബാച്ചിനുണ്ട്. ഇപ്പോഴാണെങ്കിൽ 10 ഒരു അധ്യാപകനോ അധ്യാപികയ്ക്കോ 10 പേരെ അനുവദിക്കൂ. 10 പേര്. അപ്പോൾ അല്ല 5 പേരെ അനുവദിക്കും. അങ്ങനെ എന്തോ ഒരു കണക്കുണ്ട്, റേഷ്യോ ഉണ്ട്. അപ്പോൾ 10 അധ്യാപകരുണ്ടെങ്കിൽ 50 പേരെ അനുവദിക്കത്തുള്ളൂ. അപ്പോൾ 50 100 പേരെ അവിടെ ഉള്ളൂ. അത് NCERT-യുടെ എന്തോ കണക്ക് വെച്ചിട്ടാണ് അവിടെ. ട്രെയിനിങ് കോളേജിലും ഒരുപാട് അധ്യാപകരെ പഠിപ്പിച്ചിറക്കുന്നില്ല. അപ്പോൾ ഒരു വശത്ത് അധ്യാപകരെ പഠിപ്പിച്ചിറക്കുന്നില്ല, അവിടുത്തെ സീറ്റ് കുറയുന്നു. അത് നാഷണൽ ലെവലിലൊക്കെ വന്നു, സ്റ്റേറ്റ് ലെവലിലെന്നൊക്കെ പറഞ്ഞ് വലിയ തർക്കമൊക്കെ നടന്നിട്ട് അതിൻ്റെ അധ്യാപകരുടെ സീറ്റ് കുറയുന്നു. പഠിച്ചിറങ്ങുന്ന അധ്യാപകർ കുട്ടികളെ നിരുത്സാഹപ്പെടുത്തുന്നു. കൃത്യമായിട്ട് കുട്ടികൾക്ക് ഇത് പഠിക്കാൻ സാഹചര്യം ഉണ്ടാകുന്നില്ല. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ആലോചിക്കൂ, ക്ലൈമാറ്റ് ചേഞ്ച് ലോകത്തിൽ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യുന്നതാരാ? ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കൈകാര്യം ചെയ്യുന്നതാരാ? അതുപോലെ തന്നെ റിമോട്ട് സെൻസിങ് വളരെ വലിയ വിഷയമാണ്. തിരുവനന്തപുരത്തടക്കം ഒരുപാട് തിരുവനന്തപുരത്തുള്ള റിമോട്ട് സെൻസിങ് സെൻറ്ററുകളിലായാലും എർത്ത് സയൻസ് സ്റ്റഡീസിലായാലും രാജ്യത്തുള്ള അടുത്തായാലും ജിയോഗ്രഫിക്കാർക്ക് അവസരം കിട്ടാതെ വരുന്നു. ആരാണിത് തകർത്തത്? തിരുവനന്തപുരം നാഷണൽ സെൻറ്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ്, പഴയ സെൻറ്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ RAD എന്നൊരു ഡിവിഷൻ ഉണ്ടായിരുന്നു, റിസോഴ്സ് അനാലിസിസ് ഡിവിഷൻ. അത് ജിയോഗ്രഫിക്കാരായിരുന്നു കൂടുതൽ കൈകാര്യം ചെയ്തിരുന്നത്. അവിടുത്തെ ജിയോഗ്രഫിക്കാർ റിട്ടയർ ആയതിനു ശേഷം പിന്നെ മറ്റ് സബ്ജക്റ്റുകാരായി. ഇപ്പോൾ ആ ഡിവിഷനേ ഇല്ല. എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ റിമോട്ട് സെൻസിങ്ങിലും അതുപോലെ GIS-ലും ഒക്കെ വലിയ സാധ്യതയാണ്. എഞ്ചിനീയർമാരും സിവിൽ എഞ്ചിനീയർമാരും മറ്റ് സബ്ജക്റ്റ് പഠിച്ചവരും GIS കൈകാര്യം ചെയ്യുമ്പോൾ ജിയോഗ്രഫിക്കാർ എവിടെയാണ്? ടൗൺ പ്ലാനിങ്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, അതുപോലെ സ്പേഷ്യൽ പ്ലാനിങ് ജിയോഗ്രഫിയുടെ ഏറ്റവും വലിയൊരു വിഷയമാണ്. പക്ഷേ ടൗൺ പ്ലാനിങ് എന്ന് പറഞ്ഞ സ്പേഷ്യൽ പ്ലാനിങ് ആണ്. എവിടെ ജിയോഗ്രഫിക്കാർ? എന്തുകൊണ്ട് അവർക്ക് തൊഴിൽ കിട്ടുന്നില്ല? വൈവിധ്യമായി കുറേ പേർക്ക് +2 അധ്യാപകർ, കുറേ കുട്ടികൾ പ്രോജക്റ്റ് നിൽക്കുന്നു, മറ്റു ചിലർ GIS എന്നൊക്കെ പറഞ്ഞ് പ്രൈവറ്റായിട്ട് നടക്കുന്നു. ജിയോഗ്രഫിയുടെ പഠനത്തെക്കുറിച്ച് ഗൗരവമായി ആലോചിക്കണം അധ്യാപകർ. 2 കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന്, BEd കോളേജുകൾ പോലെയുള്ള കോളേജുകളിൽ ആവശ്യത്തിന് അധ്യാപകരെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത് വലിയൊരു വിഷയമായി നിൽക്കുന്നു. തിരുവനന്തപുരം ട്രെയിനിങ് കോളേജ് ഒന്നാമത്തെ ഉദാഹരണം. രണ്ടാമത്തെ കാര്യം, പഠിച്ചിറങ്ങുന്ന അധ്യാപകർ ഈ വിഷയത്തെ ഭംഗിയായി പഠിപ്പിക്കുന്നില്ല എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. കുറച്ച് പേരെയാണ് പറയുന്നത്, എല്ലാവരെയുമല്ല. മൂന്നാമത്തെ വിഷയം, പഠിപ്പിക്കുന്ന അധ്യാപകർ തന്നെ കുട്ടികളെ നിരുത്സാഹപ്പെടുത്തുന്നു. നാലാമത്, പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങൾ വളരെ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ ഭൂമിശാസ്ത്ര പഠനം സ്കൂൾ ക്ലാസ്സുകൾ മുതൽ, എങ്ങനെ താഴ്ന്ന ക്ലാസ്സുകൾ മുതൽ വളരെ മനോഹരമാക്കാമെന്ന് ചിന്തിക്കേണ്ടത് ആഗോളവൽക്കരണത്തിൻ്റെയും ആഗോളതാപനത്തിൻ്റെയും പിന്നെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും ഒക്കെ പുതിയ കാലത്ത് കേരളത്തിൽ വളരെ അടിയന്തരമാണ്. ആരാണ് ഈ പൂച്ചയ്ക്ക് മണികെട്ടുക? ആരോടാണ് നമ്മൾ ചോദിക്കേണ്ടത്? ആർക്കറിയാം? നമുക്ക് ചോദിച്ചു കൊണ്ടേയിരിക്കാം.